നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് അലർജി. നമ്മളുടെ ചുറ്റും, നമ്മുടെ എൻവിറോൺമെൻറ്റിൽ, നമ്മുടെ ചുറ്റുപാടുകളിലും സാധാരണയായി കണ്ടുവരുന്ന ചില വസ്തുക്കളോട് നമ്മുടെ ശരീരം അമിതമായി സാധാരണയിൽ കവിഞ്ഞ് പ്രതിപ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ അലർജി എന്ന് വിളിക്കുന്നത്. ഒരു തരം ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഇത് ഓരോ ആൾക്കാർക്കും ഓരോ പ്രത്യേക വസ്തുക്കളോടായിരിക്കും ചിലപ്പം റിയാക്ഷൻ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ അലർജൻ എന്നാണ് വിളിക്കുന്നത്. അലർജി പല ലക്ഷണങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടാം. ശരീരത്തിലെ പല അവയവങ്ങളെ ഇത് എഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ അലർജി വരാം. ചിലപ്പോൾ ചൊറിച്ചിൽ, ചുവന്ന നിറം, ചിലർ കരപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ സ്കിന്നിൽ അലർജി ആയിട്ട് വരാം. കണ്ണിൽ അലർജി വരാം. കണ്ണിൽ അലർജി വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് കെറട്ടോ കൺജങ്ക്റ്റിവൈറ്റിസ് എന്നൊക്കെ പേര് പറയുന്നത്. ഈ അവസ്ഥയിൽ കണ്ണിൽ അമിതമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, ചുമന്ന നിറം ഉണ്ടാവുക, കണ്ണിലെ പാളി, അതായത് കൺജങ്ക്റ്റൈവ എന്ന് വിളിക്കുന്ന കണ്ണിലെ ഒരു ലെയറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായി കുരുക്കൾ പോലെ, പാപ്പില്ല എന്ന് പറയുന്ന കുരുക്കൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ചില ആൾക്കാരിൽ കണ്ണിലെ അലർജി കണ്ണിനകത്തെ ചൊറിച്ചിൽ കൂടാണ്ട് കണ്ണിൻ്റെ പുറമേ ഉള്ള ചർമ്മത്തിലും കൂടെ ചൊറിച്ചിലും ചുവന്ന നിറവുമായിട്ട് കാണാറുണ്ട്. ഇനി മൂക്ക്, തൊണ്ട ഇവ അടങ്ങുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലും അലർജിയുടെ ലക്ഷണങ്ങൾ കാണിക്കാം. നമ്മൾ കണ്ടിട്ടില്ല, ചില ആൾക്കാർ രാവിലെ എണീക്കുമ്പോഴേ ഭയങ്കര തുമ്മലായിരിക്കും. അവർക്ക് തുടർച്ചയായി തുമ്മിക്കൊണ്ടിരിക്കും. 1-2 തുമ്മലൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ തുടർച്ചയായിട്ട് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നത് അലർജിയുടെ ലക്ഷണമാണ്. അങ്ങനെയുള്ള ആളുകളിൽ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുകയും മൂക്കിനകത്തെ ലൈനിങ്, അതായത് മ്യൂക്കോസൽ ലൈനിങ് എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗത്ത് ഒരു നീർക്കെട്ടൽ ഉണ്ടാവുകയും മൂക്ക് അടഞ്ഞു പോകുന്ന ഒരവസ്ഥ, അവർക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ വയ്യാണ്ടാവുകയും ഒക്കെ ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ മൂക്കിനകത്ത്, തൊണ്ടയിൽ, ചെവിയിലൊക്കെ അവർക്ക് ചൊറിച്ചിലും അനുഭവപ്പെടാം. ഇനി ശ്വാസകോശത്തിലും ശ്വാസനാളങ്ങളിലും വരുന്ന അലർജിയാണ് നമ്മൾ ശ്വാസം മുട്ടലായും ആസ്മയായും ചുമയായും ഒക്കെ കാണുന്നത്. ഇതുകൂടാതെ തന്നെ ആൾക്കാർക്ക് ഭക്ഷണത്തിനോടും അലർജി ഉണ്ടാവാം. പലതരത്തിലുള്ള ഭക്ഷണങ്ങളോട് ആൾക്കാർക്ക് അലർജി ഉണ്ടാവാം. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഫുഡ് അലർജൻസ് ആണ് മുട്ട, പാല്, മീൻ, പ്രത്യേകിച്ച് ഷെൽ ഫിഷ്, ക്രസ്റ്റേഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഷെൽ ഫിഷുകൾ, കൊഞ്ച്, അങ്ങനെയുള്ള ഷെൽ ഫിഷുകൾ, പിന്നെ പീനട്ട്സ്, അതായത് നിലക്കടല, ട്രീ നട്ട്സ്, കാഷ്യൂ, ചിലർക്ക് ഗോതമ്പ്, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളോട്, ഭക്ഷണ പദാർത്ഥങ്ങളോട് ആൾക്കാർക്ക് അലർജി ഉണ്ടാവാം. ഈ ഭക്ഷണത്തിൻ്റെ അലർജിയും പല രീതിയിലാണ് കാണപ്പെടുന്നത്. ചിലർക്ക് ഭക്ഷണത്തിനോടുള്ള അലർജി സ്കിന്നിലെ പ്രശ്നങ്ങളായിട്ട്, തൊലിപ്പുറമെയുള്ള അലർജിയായിട്ട് പ്രത്യക്ഷപ്പെടാം. ചിലർക്കത് ശ്വാസം മുട്ടലായിട്ട് പ്രത്യക്ഷപ്പെടാം. ചിലർക്കത് വയറിൻ്റെ പ്രശ്നങ്ങളായിട്ടും പ്രത്യക്ഷപ്പെടാം. ഇത് കൂടാതെ തന്നെ ആൾക്കാർക്ക് മരുന്നിനോട് അലർജി ഉണ്ടാവാം. പിന്നെയുള്ളൊരു കണ്ടീഷനാണ് ഇൻസെക്റ്റ് വെനം ഹൈപ്പർ സെൻസിറ്റിവിറ്റി. എന്ന് വെച്ചാൽ തേനീച്ച അല്ലെങ്കിൽ നമ്മൾ വാസ്പ്, കടന്നൽ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സ്പീഷീസിലും അതിൻ്റെ കാറ്റഗറിയിൽ പെട്ട ബീസ് ആൻഡ് വാസ്പ്സ്, ആ കാറ്റഗറിയിൽ പെട്ട ഓർഗാനിസത്തിൻ്റെ കുത്ത് കിട്ടുമ്പോൾ അവരുടെ വെനം അല്ലെങ്കിൽ ആ വിഷപദാർത്ഥം നമ്മളുടെ അകത്തെത്തുകയും ആ പദാർത്ഥങ്ങളോട് അലർജി ഉണ്ടാവുകയും ചെയ്യാം. ഇതിൽ ചില ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഡ്രഗ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഇൻസെക്റ്റ് വെനം ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ആൾക്കാരിൽ പ്രത്യേകിച്ചും ചില സാഹചര്യങ്ങളിൽ ഈ അലർജിയുടെ ലക്ഷണങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന ചൊറിച്ചിലോ അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വെള്ളം വരികയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ ആയിട്ട് ചിലപ്പോൾ നിൽക്കില്ല. ചില ആൾക്കാർക്ക് അലർജിയുടെ ഒരു തീവ്രമായ അവസ്ഥ, അനാഫിലാക്സിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരും. അനാഫിലാക്സിസ് ശരിക്കും വളരെ അപകടം പിടിച്ച ഒരവസ്ഥയാണ്. അലർജിയുടെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള തീവ്രമായ, ഏറ്റവും മോശമായ, ജീവന ഭീഷണി ആയേക്കാവുന്ന, പെട്ടെന്ന് രക്തസമ്മർദ്ദം താന്നു പോകാനും പെട്ടെന്നുള്ള ശ്വാസതടസ്സം ഉണ്ടാവാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുള്ള ഒരവസ്ഥയാണ് അനാഫിലാക്സിസ്. നമ്മളുടെ ജനങ്ങൾക്കിടയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതിയാണ് എന്തെങ്കിലും ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടലോ ചുമയോ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ അലർജിയാണ് എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയുക, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ഏറ്റവും ആദ്യം കിട്ടുന്ന ഏറ്റവും വിലക്കുറവുള്ള മരുന്ന് മേടിച്ച് അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇത് ശരിയായിട്ടുള്ള രീതിയാണ്. നമ്മൾ അലർജി കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളതിനെ അവഗണിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രാക്ടീസിലേക്ക് ആൾക്കാർ പോകുന്നത്. അവർക്ക് അവഗണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ആൾക്കാർ ആ ഒരു രീതി പിന്തുടരുന്നത്. ഫോർ എക്സാമ്പിൾ, ആസ്മ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും പൊടിയോ പൂപ്പലോ അല്ലെങ്കിൽ പൂമ്പൊടിയുടെയോ റിയാക്ഷനായിട്ട് ആസ്മ, ശ്വാസം മുട്ടൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഓരോ വട്ടം ശ്വാസം മുട്ടൽ ഉണ്ടാകുമ്പോഴും അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി മരുന്ന് എടുത്ത് കഴിക്കുകയാണ്.
ഇത് കാരണം എന്ത് സംഭവിക്കും? ആസ്മ ഒരിക്കലും നിയന്ത്രണത്തിൽ വരില്ല. ആസ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന ചുരുക്കം വളരെ റിവേഴ്സിബിൾ ആണ്. അതായത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ആ ശ്വാസനാളങ്ങൾ ഒരു സാധാരണ വ്യക്തിയുടേത് പോലെയുള്ള സൈസായി മാറുകയും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അയാൾക്കൊരു സാധാരണ ജീവിതം നയിക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചുരുക്കം നീണ്ടു നിൽക്കുകയും കാലക്രമേണ അത് വിട്ടുമാറാത്ത ഒരു ചുരുക്കമായി അല്ലെങ്കിൽ വിട്ടുമാറാത്ത ഒരു ശ്വാസമുട്ടലായി COPD എന്ന് പറയുന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആസ്മയാണ് സിവിയർ ആയിട്ടുള്ള ശ്വാസമുട്ടലായി മാറാനും സാധ്യതയുള്ളത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ സിവിയർ ആസ്മയായിട്ട് വരുമ്പം പെട്ടെന്നുള്ള അമിതമായിട്ടുള്ള ശ്വാസതടസ്സം അത് ചിലപ്പോൾ ഓക്സിജൻ്റെ അളവിനെ താഴ്ത്തി കൊണ്ടുവന്നേക്കാം. നിങ്ങളുടെ ജീവന് തന്നെ അത് ഭീഷണിയായി മാറിയേക്കാം. ഇതുപോലെ തന്നെയാണ് എല്ലാ അലർജിയുടെ ലക്ഷണങ്ങളും. അതുകൊണ്ട് തന്നെ അലർജിയുടെ ഓരോ ലക്ഷണങ്ങൾ അത് എന്തായിരുന്നോട്ടെ പ്രോപ്പറായിട്ട് അതൊരു ഡോക്ടറെ കണ്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് ഇത് അലർജി തന്നെയാണോ അല്ലയോ എന്നെങ്കിലും കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓരോ കണ്ടീഷനും ആവശ്യമാണ്.